വീട്ടിൽ ഈ സ്പൂണും കാര്യങ്ങളും എല്ലാം നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം കിട്ടുന്നത്. സ്ഥിരമായിട്ട് വച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മയൊക്കെ ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അമ്മയ്ക്ക് അറിയാം ഇതെവിടെയാണ് ഇരിക്കണേ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാം ചെന്ന് കിച്ചണിലെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇത്. പിന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം. അമ്മ പറയും ഇത് ഇവിടെ ഇരിക്കുകയില്ല, നിനക്കൊന്ന് എടുത്താൽ എന്താ കുഴപ്പമെന്നെല്ലാം പറയും. എല്ലാവരുടെ വീടുകളിലും ഉണ്ട്, ഇല്ലയെന്ന് പറയണില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ട് ഒരു ഷെഫിനെ റെഡിയാക്കി എടുത്താൽ എങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ ഷെഫിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചാൽ ഇതവിടെ ഇരുന്നോളൂ. അപ്പം നമുക്ക് ഒരു അടയാളമായിട്ട് പറയാം അത് ഇന്നടുത്ത് ഇന്ന സാധനത്തിനകത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, മാക്സിമം നമ്മളെ അടുത്തേക്ക് വരും. പക്ഷെ നമ്മളത് ഒഴിവാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലെയുള്ള കലാസൃഷ്ടികളോ കാര്യങ്ങളോ ചെയ്തെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒരിക്കലും പ്രകൃതിയിൽ അലിഞ്ഞു ചേരാത്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരു പുതിയ കലാസൃഷ്ടിയാണ്. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഇത് റെഡിയാക്കി നമുക്ക് കടകളിൽ കൊടുക്കാനോ അങ്ങനെ വേണ്ടിയല്ല. പക്ഷെ നമ്മളെ വീടുകളിൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറേയധികം പരിസ്ഥിതി പ്രശ്നങ്ങളും ഒഴിവാക്കി കിട്ടും. നമ്മളെ വീടും പരിസരവും നമ്മളെ പ്രകൃതിയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീടുകളിൽ ഇതുപോലെയുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.